അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തിരൂർ സ്വദേശിയായ മുല്ലക്കണ്ടത്തിൽ ഷംസുദ്ദീനാണ് മുങ്ങി മരിച്ചത്. 35 വയസ്സായിരുന്നു. ഇന്ന് സുഹൃത്തുക്കളായ 4 പേർക്കൊപ്പമാണ് ഷംസുദ്ദീൻ അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിലെത്തിയത്. കുളിക്കുന്നതിനിടെ പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഷംസുദ്ദീന് നീന്തൽ വശമില്ലായിരുന്നിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞയുടൻ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ഇയാളെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുകയായിരുന്നു. തുടർന്ന് വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ഷംസുദ്ദീന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ കടുത്ത ദുഃഖത്തിലാണ് പ്രദേശവാസികൾ. അപകട സാധ്യതയേറിയ ഇത്തരം വെള്ളച്ചാട്ട മേഖലകളിൽ സുരക്ഷാ മുൻകരുതലുകളും മുന്നറിയിപ്പ് ബോർഡുകളും അടിയന്തരമായി സ്ഥാപിക്കണമെന്ന ആവശ്യം നാട്ടുകാരിൽ നിന്നും ഇപ്പോൾ ശക്തമാവുകയാണ്. മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ മുന്നിൽ തന്നെ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വരുന്നവർ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടും അവിടെ തട്ടിയിട്ടും പറിച്ചു ഒഴിവാക്കാണ്. കമ്പിവേലൊക്കെ കെട്ടിയിരുന്നത് അതൊക്കെ നശിപ്പിച്ചിട്ടാണ് ഈ വരുന്നവർ. അവരിത് ഈ ഫേസ്ബുക്കിൽ നിന്നും ബാക്കിയുള്ളവരിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കണ്ടിട്ട് കിട്ടിയവരെ പറമ്പ് കൂടെ കയറിയിട്ട് നശിപ്പിച്ചിട്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഉള്ളവരല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ ഈ അയൽവക്കത്തെ ഞങ്ങളെ പോലത്തെ അയൽവക്കത്തവർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം നമുക്ക് ഉടനെ കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ.